പ്ലാനിങ് തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ അടികൂടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. അപ്പോൾ എയർപോർട്ടിലേക്കൊക്കെ വരുന്നവർക്ക് ഇനി ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ പണി പാടും. അതിന് ഇതിവിടെ വണ്ടി വിടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. വിടാൻ തുടങ്ങിയതൊരവസ്ഥ ഞാൻ പറഞ്ഞത്. എയർപോർട്ടിലേക്ക് വരുമ്പോൾ അറിയാത്തവരൊക്കെ വന്നാൽ 1-2 വട്ടമൊക്കെ വന്നെങ്കിൽ ചിലപ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അതിന് മേലിനുള്ളൊരു കാഴ്ചയാണ്, കണ്ടില്ല എന്തൊരു ഭംഗിയാണ് നോക്കിയാൽ. നല്ല രസമുണ്ട് കേട്ടോ. അതിന് മേലിങ്ങനെ നോക്കുമ്പോൾ അതിവിടെ വണ്ടി ഇങ്ങനെ ഓടി തുടങ്ങുമ്പോൾ നല്ല രസമുണ്ടാവും. പ്രത്യേകിച്ച് രാത്രിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇവിടെ അത്യാവശ്യം നീളം ഒരു 4 വരി പാതയുടെ അത്ര വീതി വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷക്കാരൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറൊരു കാഴ്ചയും ഇതിന് മേലെ ഇല്ല. ഇപ്പോൾ വണ്ടിക്കാർക്ക് ഒരു പാർക്കിംഗ് ഏരിയ ആയിട്ടാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വർക്കൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രം ഇത് ഓപ്പൺ ആക്കി കൊടുക്കുക. മലപ്പുറം ജില്ലയിൽ ആദ്യത്തെ ഓവർപാസ് കൂടിയാണ് ഇട്ടത്. ഇപ്പോൾ ഒരുപാട് ഓവർപാസ് മലപ്പുറം ജില്ലയിൽ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ അതിൻ്റെ രൂപം മനസ്സിലാവട്ടെ. അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ അതൊരു 6 ലൈനിൻ്റെ വീതി തോന്നുന്നില്ലെങ്കിലും 6 ലൈനാണ് അറിയാൻ സാധിച്ചത്. 6 ലൈൻ തന്നെയാണ്. ഇവിടെ കാണുമ്പോൾ ഒരു 4 ലൈനിൻ്റെ ഒരു ഇതാ തോന്നുള്ളൂ. പക്ഷേ 6 ലൈനാണ് വരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. കണ്ടില്ല, ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഓവർപാസിൻ്റെ അടിയിൽ കൂടെ പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് സൂര്യൻ്റെ ലൈറ്റ് അടിക്കണം കേട്ടോ. ഫ്രണ്ടിലേക്ക് ഒരു കാഴ്ച മങ്ങിച്ച വന്നത് കണ്ടില്ല. ഇവിടെയൊക്കെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് ഇനി ഇവിടെ മുന്നോട്ട് മണ്ണെടുക്കാനൊന്നും അധികം ഇല്ല. കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ മലപ്പുറത്ത് അടിപൊളിയായിട്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർക്ക് നടന്നൊരു ഏരിയയാണ്. അതും മലപ്പുറം ആദ്യമായിട്ട് ഓപ്പൺ ആക്കിയൊരു ഏരിയ ആണ് കേട്ടോ. മേലിൽ നിന്ന് നോക്കുമ്പോൾ 4 ലൈനിൻ്റെ ഒരു വീതിയെ കാണുള്ളെങ്കിലും താഴത്ത് ഇറങ്ങുമ്പോൾ
ശരിക്കും ഒരു ഇതിൽ തന്നെ 3 ലൈൻ കാണും കേട്ടോ. 6 ലൈനിൻ്റെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ കാനയുടെ വർക്ക് ഉള്ളൂ. മറ്റേ സൈഡിൽ കാന ഇല്ല, വെള്ളം പോകാനുള്ള ഗ്രാനേജ് ഇല്ല. ഞാൻ ആ സിമെൻറ്റിലൊന്ന് കൈ വെച്ച് നോക്കിയാട്ടോ. അത് കാണുമ്പോൾ ഒരു ഉറപ്പില്ലാത്ത പോലെ നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ ഒന്ന് മാന്തി നോക്കി, ഉറപ്പുണ്ടായില്ലേന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഉറപ്പിൽ തന്നെയാണ് കേട്ടോ നിൽക്കണമൊക്കെ, ഇടിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ല, ഈ സൈഡിൽ മാത്രമേ കാനയുടെ വർക്കുള്ളൂ, ലെഫ്റ്റ് സൈഡിൽ കാന ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇവിടുത്തെ വർക്ക്. ശരിക്കൊരു ഗുഹയുടെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. ഇനി ഇതിൻ്റെ മേലെ ടാറിങ് ഉണ്ടാവും. ഇവിടെ ഒന്ന് ടാറിങ് ഒരു ഫിനിഷിങ് ഇല്ല കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഒന്നുകൂടി ഒരു ടാറിങ് ചെയ്യണ്ട. ഇനി വണ്ടി ഓടിയിട്ട് മിസ്സാവുമോ എന്നറിയില്ല. ഇവിടെയൊക്കെ ഒരു കുത്തു കണ്ടില്ലേ, നിങ്ങൾ കാണുമ്പോൾ പറയാത്ത അത് കാണിച്ചാൽ നിങ്ങൾക്ക് കണ്ടില്ലേ.